നമസ്കാരം. 1967-68 കാലഘട്ടങ്ങളിൽ പശ്ചിമ ബംഗാളിലെ നക്സൽബാരി എന്ന ഗ്രാമത്തിൽ നടന്ന സായുധ വിപ്ലവത്തിൽ ആകർഷകരായി കേരളത്തിലെ ഒരുപറ്റം ചെറുപ്പക്കാർ കുന്നിക്കൽ നാരായണൻ്റെയും ഭാര്യ മന്ദാകിനിയുടെ നേതൃത്വത്തിൽ ഒരു സായുധ വിപ്ലവത്തിനെ ഒത്തുകൂടുകയും അവർ നടത്തിയ സായുധ ഉന്മൂലന വിപ്ലവത്തിൻ്റെ പേരാണ് നക്സൽബാരി ആക്രമണം. അക്കാലത്ത് മാനന്തവാടി ഒഴുക്കൻമൂലയിലുള്ള അരീക്കോട് എ വർഗീസ് ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ടൈപ്പും ലോവർ ടൈപ്പും കഴിഞ്ഞ ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകർഷകനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയോഗിച്ചതനുസരിച്ച് കണ്ണൂരിലെ പാർട്ടി ഓഫീസിൽ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു. അക്കാലത്ത് തിരുനെല്ലിയിലും തൃശ്ശൂരിലുമുള്ള പാവപ്പെട്ട ആദിവാസികൾക്ക് കൂലി വർധനവിന് വേണ്ടി സമരം ചെയ്യാനും ആദിവാസികളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാനും വേണ്ടി വർഗീസിനെ പാർട്ടി വയനാട്ടിലെ തിരുനെല്ലിയിലേക്ക് നിയോഗിക്കുകയായിരുന്നു. അക്കാലത്ത് വയനാട്ടിലെ ആദിവാസികളുടെ സ്ഥിതി വളരെ ശോചനീയമായിരുന്നു. ജന്മിമാർ വലിയ അളവിലായിരുന്നു കൂലി കൊടുത്തുകൊണ്ടിരുന്നത്. കൂലിക്ക് പണം കൊടുക്കുന്നതിന് പകരം നെല്ല് കൊടുക്കുന്ന സമ്പ്രദായമായിരുന്നു വല്ലി. ഒരു ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ ഒരു സെർ നെല്ലായിരുന്നു ആദിവാസികൾക്ക് കൂലിയായി കിട്ടിയിരുന്നത്. ഈ കൂലി ഉച്ചയ്ക്ക് പകുതി നെല്ല് കൊടുക്കും. ഈ നെല്ല് കൊണ്ടുപോയി വറുത്ത് കുത്തി അത് കഞ്ഞി വെച്ച് കുടിച്ചാണ് ഇവർ വീണ്ടും പണിക്കിറങ്ങിയിരുന്നത്. വൈകുന്നേരം ബാക്കി നെല്ല് കൂടെ കൊടുക്കും. അധികവും പാവപ്പെട്ട ആദിവാസി തൊഴിലാളികൾ, അടിയാന്മാർ ജന്മിമാരുടെ ചൂഷണത്തിന് വിധേയരായിരുന്നു. ആദിവാസികൾക്ക് കൂലിയായിട്ട് പൈസ കൊടുക്കണമെന്ന് വർഗീസ് വാദിച്ചു. തൽഫലമായി വർഗീസ് നടത്തിയ സമരം മാർക്സിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസ് പാർട്ടിയിലും ഉണ്ടായിരുന്ന ജന്മിമാർക്കും അവിടെയുള്ള പാർട്ടി സഖാക്കന്മാർക്കും വർഗീസിനോട് എതിർപ്പിന് കാരണമായി. അടിയാന്മാർക്ക് വേണ്ടി കൂലി വർദ്ധനവിന് വർഗീസ് സമരം സംഘടിപ്പിച്ചത് മൂലം വർഗീസ് പാർട്ടി സഖാക്കളിൽ നിന്നും ഒറ്റപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തലശ്ശേരി പുൽപ്പള്ളി ആക്രമണം ആസൂത്രണം ചെയ്യുന്ന കുന്നിക്കൽ നാരായണൻ്റെ ലഘുലേഖ വർഗീസിന് കിട്ടുന്നത്. വർഗീസ് കുന്നിക്കലുമായി ബന്ധപ്പെട്ട് നക്സൽ പ്രസ്ഥാനത്തിൽ ചേർന്നു. അങ്ങനെ അടിയാന്മാരുടെ ഇപ്പോഴത്തെ സ്ഥിതി മാറാൻ ആയുധമെടുത്ത് പോരാടാൻ തന്നെ വർഗീസ് തീരുമാനിച്ചു. അടിയാന്മാരെ ജന്മിമാർ പരസ്യമായി ഉപദ്രവിക്കുന്നതും അടിക്കുന്നതും പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു പൊതുസ്ഥലത്ത് വെച്ച് ഒരു ജന്മി അടിയാനെ കയ്യേറ്റം ചെയ്തപ്പോൾ ആ ജന്മിയെ പിടിച്ചു നിർത്തി വർഗീസ് അടിയാനോട് തിരിച്ചടിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അടിയാൻ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് പോരാനുള്ള ധൈര്യം അന്ന് അടിയാന്മാർക്കുണ്ടായിരുന്നില്ല. ജന്മിമാരുടെ ചൂഷണത്തിൽ പേടിച്ച് ജീവിക്കുന്ന അടിയാന്മാർക്ക് വേണ്ടി ആയുധമെടുത്ത് പോരാടാൻ വർഗീസ് തീരുമാനിച്ചു. മൂവാറ്റുപുഴയിൽ നിന്നും കുടിയേറിയ അരീക്കൽ വർക്കിയുടെയും റോസയുടെയും 7 മക്കളിൽ രണ്ടാമത്തവനായിരുന്നു വർഗീസ്. പിന്നീട് വർഗീസ് വെള്ളത്തൂവൽ സ്റ്റീഫനുമായി ചേർന്ന് കോഴിക്കോടുള്ള ഉരോപാസനയെ ബന്ധപ്പെട്ട് ഒരു വിപ്ലവം സംഘടിപ്പിക്കുന്നതിന് വേണ്ട ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ച് ഒരു വിപ്ലവം സംഘടിപ്പിച്ചു. തലശ്ശേരി പുൽപ്പള്ളി ആക്രമണത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് തൃശ്ശൂരി തിരുനെല്ലി കലാപമുണ്ടാക്കി. ഈ ആക്രമണത്തിൽ പങ്കെടുത്തത് 30ഓളം പേരായിരുന്നു. ഇതിൽ ഭൂരിഭാഗവും ആദിവാസി അടിയാന്മാരായിരുന്നു. വർഗീസിന് മാത്രമേ ആ സ്ഥലത്തെപ്പറ്റി നല്ല പരിചയമുണ്ടായിരുന്നുള്ളൂ. ഈ ആക്രമണത്തിൻ്റെ നേരിട്ട് ഉത്തരവാദിത്വം വർഗീസിനായിരുന്നു. വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള 30ഓളം വരുന്ന സംഘം ആദിവാസികൾ ചൂണ്ടിക്കാണിച്ച 3 ജന്മിമാരെ വധിക്കാൻ തീരുമാനിച്ചു. വാസുദേവ അടിക, ചേക്കു, ശൂലവാണി വാര്യർ എന്നിവരായിരുന്നു അവർ. 30ഓളം വരുന്ന വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ആദ്യം വാസുദേവ അടികയുടെ വീട്ടിൽ പോയി. വാസുദേവ അടിക പലിശയ്ക്ക് പണം കൊടുക്കുന്ന ഒരു ആളായിരുന്നു.
ആ നാട്ടിലുള്ള പാവപ്പെട്ട ആദിവാസികളുടെ ഭൂമിയുടെ രേഖകൾ മുഴുവൻ അടികയുടെ കയ്യിലായിരുന്നു. അടികയെ വാതിൽ മുട്ടി വിളിച്ചു. ഒന്നും അറിയാതെ അടിയ വാതിൽ തുറന്ന് പുറത്തു വന്നു. അന്നേരം ഒരു സംഘം ആളുകൾ അകത്തേക്ക് ഇരച്ചു കയറി അടിക സൂക്ഷിച്ച പ്രമാണങ്ങളും രേഖകളും പുറത്തു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി. അടികയെ മുറ്റത്ത് കൊണ്ടുവന്ന് വെടിവെച്ച് കൊന്നു. ഗൃഹവാസുവായിരുന്നു അടികയെ വെടിവെച്ചത്. വാസു പിന്നീടൊരു ഇൻ്റർവ്യൂവിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വാസുദേവ് അടികയെ വധിച്ചതിന് ശേഷം പിന്നീട് സംഘം 1 കിലോമീറ്റർ അകലെയുള്ള ചേക്കുവിൻ്റെ വീട്ടിലേക്ക് നീങ്ങി. ചേക്കു ഒരു കട നടത്തിയിരുന്നു. പാവപ്പെട്ട ആദിവാസികളോട് കൊള്ളലാഭമെടുത്താണ് ചേക്കു സാധനങ്ങൾ വിറ്റിരുന്നത്. മാത്രമല്ല ചേക്കു ഒരു പോലീസിൻ്റെ ഒറ്റുകാരൻ കൂടിയായിരുന്നു. വർഗീസിനെയും അജിതയെയും പലതവണ ചേക്കു ഒറ്റാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒറ്റുകാർക്കൊരു മാതൃക എന്ന നിലയിൽ വർഗീസ് എഴുതി വച്ചിരുന്ന ചാർജ് ഷീറ്റ് ചേക്കുവിനെ വായിച്ചു കേൾപ്പിച്ചു. അതിനുശേഷം ചേക്കുവിന് മുറ്റത്ത് കൊണ്ടുവന്ന് വെടിവെച്ച് കൊന്ന് ലഘുലേഖകൾ അവിടെയെല്ലാം വിതറി. പിന്നീട് 3ാമത്തെ ജന്മിയുടെ വീട്ടിലേക്ക് പോവുകയും ശൂലപാണി വാര്യർ എന്ന അയാളെ പുറത്തേക്ക് വിളിച്ചു വരുത്തി വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അപ്പോഴേക്കും നേരം പുലരാറായിരുന്നു. സംഘം തൊട്ടടുത്തുള്ള തിരുനെല്ലിക്കാട്ടിലേക്ക് കടന്നു. അവിടെ എല്ലാവരും ചേർന്നൊരു ക്യാമ്പ് ഇടുകയും 5 പേരടങ്ങുന്ന ഒരു ടീമായിട്ട് സംഘത്തെ വിഭജിക്കുകയും ചെയ്തു. ഒരു സംഘം ക്യാമ്പിന് കാവൽ നിൽക്കുകയും മറ്റൊരു സംഘം ഭക്ഷണം പാകം ചെയ്യുകയും വേറൊരു സംഘം പാർട്ടി ക്ലാസ് എടുക്കുകയും മറ്റൊരു സംഘം ആയുധ പരിശീലനം നേടുകയും ഇങ്ങനെ ഓരോ സംഘങ്ങൾ മാറി മാറി എല്ലാത്തരം കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. പുറംലോകവുമായി വർഗീസിന് മാത്രമേ പരിചയമുണ്ടായിരുന്നുള്ളൂ. വർഗീസ് CPIM-ൽ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തുകാരുമായുള്ള ബന്ധമായിരുന്നു ഈ ആക്ഷനെല്ലാം പ്ലാൻ ചെയ്യാനുള്ള കാരണം. കൂടുതൽ ദിവസം കാട്ടിൽ നിൽക്കാനുള്ള ഭക്ഷണമൊന്നും കരുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ 3 ദിവസം കാട്ടിൽ കഴിഞ്ഞ് വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഭക്ഷണം സംഭരിക്കാനും പുറത്തുള്ള വിവരങ്ങൾ അറിയുന്നതിനും വേണ്ടി പുറത്തു കിടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ പുറത്തേക്ക് പോകുന്ന വഴിയിൽ വെച്ച് CRF ക്യാമ്പിൻ്റെ മുമ്പിൽപ്പെടുകയും വർഗീസ് കാടിനുള്ളിലൂടെ ഓടി വിളിക്കുകയും എല്ലാവരും പല വഴിക്ക് ചിതറി കൊടുക്കുകയും ചെയ്തു. പിന്നീട് CRPF-കാർ ക്യാമ്പ് വളയുകയും ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാവരും പല വഴിക്ക് ചിതറി ഓടി ക്യാമ്പ് ശൂന്യമാവുകയും ചെയ്തു. അവിടെ നിന്ന് രക്ഷപ്പെട്ട വർഗീസ് കുട്ടൻ മുസദ് എന്ന നക്സലൈറ്റ് അനുഭാവിയുടെ വീട്ടിലേക്ക് പോയി. അയാളോട് ഉണ്ടായിരുന്നില്ല. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാളുടെ അമ്മ പറഞ്ഞു, പോലീസ് ഇവിടെ എപ്പോഴും വരികയാണ്, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടുന്ന് പോയിക്കോളം പറഞ്ഞു. അവിടെ നിന്നും പോയ വർഗീസ് നക്സലൈറ്റ് അനുഭാവിയായ ഇടിച്ചില മണിയമ്മയുടെ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. ഈ സമയത്ത് വർഗീസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളിൽ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. CRPF-കാരെ കണ്ട ക്യാമ്പിലെ ആളുകൾ ചിതറി ഓടി. അവരിൽ ഗോപാലൻ എന്നയാളെ ചെറുക്കര എസ്റ്റേറ്റിനടുത്ത് വെച്ച് ആദ്യമായി പിടികൂടി. പിന്നീട് തോൺകുഴി ഔസേപ്പ്, ചോമൻ മൂപ്പൻ, ഗുരുവാസു എന്നിവരും പോലീസിൻ്റെ പിടിയിലായി. ഇടിച്ചില മണിയമ്മയുടെ വീട്ടിൽ വർഗീസ് ഒളിച്ചു താമസിക്കുമ്പോൾ രാവിലെ വർഗീസ് താമസിച്ചിരുന്ന മുറി പൂട്ടി അവർ പുറത്തുപോയി. ഈ സമയം ഒറ്റുകാരനായ സുകുമാരൻ നായർ എന്നയാൾ വർഗീസ് ഈ വീട്ടിലുണ്ടെന്ന് പോലീസിന് വിവരം കൊടുക്കുകയും പോലീസ് നിരായുധനും അവശനുമായ വർഗീസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വർഗീസാണോ എന്ന് പോലീസുകാർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ തിരിച്ചറിയുന്നതിന് വേണ്ടി അടികയുടെ വീട്ടിൽ വർഗീസിനെ കൊണ്ടുപോയി. അടികയുടെ ഭാര്യ വർഗീസാണെന്ന് തിരിച്ചറിഞ്ഞു. അവിടെ നിന്ന് വർഗീസിനെ തിരുനെല്ലി അമ്പലത്തിലെ ഊട്ടുപുരയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ക്രൂര മർദ്ദനങ്ങൾക്ക് ഇരയാക്കി. മർദ്ദനമേറ്റ് ബോധരഹിതനായ വർഗീസിനെ ഒരു ചെമ്പിലിരുത്തി വെള്ളം തിളപ്പിച്ചു. വെള്ളത്തിൻ്റെ ചൂടിൽ കണ്ണു തുറന്ന് മിഴിച്ച വർഗീസിനെ ഒരു പോലീസുകാരൻ ബയണറ്റ് കൊണ്ട് മുഖത്തടിച്ചു.
വർഗീസിനെ ഒരു കണ്ണിനായിരുന്നു പരിക്കേറ്റത്. വർഗീസ് ബോധരഹിതനായി വീണു. പിന്നീട് പോലീസുകാർ മാനന്തവാടി ഇരുപത്തെരുവിലുള്ള ഒരു ഡോക്ടറെയും ഒരു കമ്പൗണ്ടറെയും കൂട്ടി വർഗീസിനെ ചികിത്സിക്കാൻ കൊണ്ടുപോയി. ഈ കമ്പൗണ്ടർ ഒരു നക്സൽ അനുഭാവിയായിരുന്നു. അവിടെ വെച്ച് ഡോക്ടർ പറഞ്ഞു, ഇയാളെ രക്ഷിക്കാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയില്ല. അത്രമാത്രം വർഗീസിനെ മർദ്ദിച്ച് അവശനാക്കിയിരുന്നു. പോലീസുകാരുടെ മർദ്ദനമേറ്റ അവശനായ വർഗീസിനെ കുമാരമുനിയിലുള്ള പാറയിൽ ചാരി നിർത്തി അന്ന് ഡെപ്യൂട്ടി ഇൻസ്പെക്ടറായിരുന്ന ലക്ഷ്മണയുടെ ഉത്തരവിൻ പ്രകാരം വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അന്ന് വെടിവെച്ചത് രാമേന്ദ്രൻ നായർ പിന്നീട് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായി ഒരു വ്യാജ ഏറ്റുമുട്ടലിലൂടെ വർഗീസ് കൊല്ലപ്പെട്ടു. മരിക്കുമ്പോൾ വർഗീസിൻ്റെ പ്രായം 31 വയസ്സായിരുന്നു. അടിയോരുടെ പെരുമോൻ എന്നായിരുന്നു വർഗീസ് അറിയപ്പെട്ടത്. കാക്കി നിക്കറും വെള്ള ബനിയനും ഇട്ടിരുന്ന വർഗീസ് കുമാരക്കുനിയിലെ പാറയുടെ അടുത്ത് പോലീസിന് വെടിയിട്ട് മരിച്ചു കിടന്നു. വർഗീസിനെ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കാൻ അനുവാദം കിട്ടിയില്ല. തുടർന്ന് തറവാട് വീടിന് സമീപത്തായി ഒഴുക്കൻമൂലയിൽ വർഗീസിനെ സംസ്കരിച്ചു. വർഗീസിനെ കൊല്ലാൻ ഉത്തരവിട്ട പിന്നീട് IG ആയ ലക്ഷ്മണ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിലായി. അങ്ങനെ വസന്തത്തിൻ്റെ ഇടിമുഴക്കം ആയിരുന്ന നക്സൽ പ്രസ്ഥാനത്തിലെ വർഗീസ് എന്ന നക്സൽ നേതാവിൻ്റെ അന്ത്യം അവിടെ സംഭവിച്ചു.